അതിനകത്ത് തർക്കിക്കരുത്. സീനിയർ മെമ്പേഴ്സ് അതിനകത്ത് തർക്കിക്കാൻ നിൽക്കരുത്. ചട്ടം അനുസരിച്ച് നമുക്ക് പോകട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. സർ, ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ബഹുമാനായ സ്പീക്കറാണ് ഞങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കേണ്ടത്. ഇവിടെ ഉന്നയിച്ച പ്രശ്നം സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു ഓഫീസിൽ കൊണ്ടുപോയി, ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വാട്സപ്പ് മെസ്സേജ് അയച്ച കാര്യവും ഇവിടെ പറയുകയുണ്ടായി. സർ, ഇതൊക്കെ ക്രമവിരുദ്ധമായ നടപടിയാണല്ലോ. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? അങ്ങനെയായാലല്ലേ ഭാവിയിൽ ക്രമവിരുദ്ധമായ നടപടികൾ ഒഴിവാക്കാൻ പറ്റൂ. അതിന് സംരക്ഷണം നൽകിയല്ലേ അങ്ങ് വേണ്ടത് എന്നതാണ് എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങയുടെ ഉപദേശത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ അഴിമതി ആക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് ശ്രദ്ധ ക്ഷണിക്കലല്ല, അല്ലാതെ ഒത്തിരി സാധ്യതകൾ നമുക്ക് ഉണ്ട്, നിയമസഭയിലുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ഈ ഹൗസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പറയാം. പക്ഷേ ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് ഈ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിനോട് എല്ലാ ബഹുമാനവും ഞാൻ ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് വന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് കുഴപ്പമില്ല. അത് നമ്മുടെ പൊതു ചർച്ച വരുന്ന സമയത്ത് ആകുകയും ചെയ്യാം.